ഓക്കെ, നമസ്കാരം. ഞാൻ കുമാർ മെന്നാണ്. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഓർഗനൈസേഷൻ്റെ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറിയും ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ്റെ സെൻട്രൽ ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്കിൻ്റെയും ഇൻചാർജ് കൂടിയാണ്. നമുക്ക് ബാങ്ക് റിട്ടയറീസിന് മാത്രമല്ല എല്ലാ റിട്ടയറീസിനും ഉള്ള പ്രധാന കാര്യങ്ങൾ പെൻഷൻ കിട്ടുക, അവരുടെ മെഡിക്കൽ ആവശ്യങ്ങൾ ഇൻഷുറൻസ് വഴി നിറവേറ്റുക, ഈ രണ്ട് ആണ് പ്രധാന ആവശ്യങ്ങൾ. ഇതിൽ പല സ്റ്റേജിലായിട്ടും ഈ രണ്ട് ഇഷ്യൂസ് നിൽക്കുന്നു. ഇനി ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഇതിന് ഒരു പ്രചോദനം എനിക്ക് കിട്ടിയത് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരുപാട് കോൾസ് വരുന്നുണ്ട് ഇതിനെപ്പറ്റി. മെഡിക്കൽ ഇൻഷുറൻസിനെ പറ്റി ഉള്ള വിവരങ്ങൾ വേണം. പ്രത്യേകിച്ച് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ വഴി ബാങ്ക് റിട്ടയറീസിന് കിട്ടിയിരിക്കുന്ന ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസിനെ പറ്റി പല സംശയങ്ങളും പല ദിവസങ്ങളായിട്ട് പല കോളുകളായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ പലർക്കും തോന്നാം 2015 തുടങ്ങിയ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് IBAയുടെ. ഏകദേശം ഇപ്പോൾ ജാനുവരിയൊക്കെ ആകുമ്പോഴേക്കും 10 വർഷം ഓൾമോസ്റ്റ് ആവുന്നു. അതിൽ 2017-18 തൊട്ട് ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷന് കേരളത്തിലുള്ള 14 ഡിസ്ട്രിക്റ്റുകളിൽ 10 ഡിസ്ട്രിക്റ്റുകളിൽ ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാൻ പറ്റി. പക്ഷേ എല്ലാ ഹെൽപ്പ് ഡെസ്കുകളും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉള്ളതും ഒരേ രീതിയിലും നല്ല രീതിയിലും അല്ല പ്രവർത്തിക്കുന്നത്. എന്നാലും 3-4 ഡിസ്ട്രിക്റ്റുകളിൽ നല്ല രീതിയിൽ തന്നെയാണ് ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്ക് വർക്ക് ചെയ്യുന്നത്. അത് ഒരു ആശ്വാസമുണ്ട്. പിന്നെ ഈ എപ്പിസോഡ് ഞാൻ ആവുന്നതും മലയാളത്തിൽ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനുശേഷം ഞാൻ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് ഒരു സീരീസ് ഓഫ് യൂട്യൂബ് ലെക്ചേഴ്സ് ആണ്. സീരീസ് എന്ന് പറയുമ്പോൾ മേ ബി 9-10 ഇഷ്യൂസ് മെഡിക്കൽ ഇൻഷുറൻസിനെ പറ്റി റിട്ടയറീസ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ പറ്റി സംസാരിക്കാനാണ്. ഇതിനു മുമ്പും ഞാൻ മെഡിക്കൽ ഇൻഷുറൻസിനെ പറ്റി ചില ടോപ്പിക്സിനെ പറ്റിയൊക്കെ കവർ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് അതിന് കിട്ടിയൊരു ഫീഡ്ബാക്ക്, ചില യൂട്യൂബ് വീഡിയോസൊക്കെ 3.5 മണിക്കൂർ, 1.5 മണിക്കൂർ, 52 മിനിറ്റ് അങ്ങനെ വളരെ നീണ്ടുപോകുന്ന യൂട്യൂബ് വേർഷൻസ് ആണ്. അത് മുഴുവൻ കേട്ടിരിക്കാനുള്ള പേഷ്യൻസ് നമ്മുടെ പ്രായവും എല്ലാം കാരണം കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത് ഒരു സീരീസ് ഓഫ് ലെക്ചേഴ്സ്, അത് പക്ഷേ ഇംഗ്ലീഷിലായിരിക്കും കേട്ടോ. എനിക്ക് മലയാളത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈഡർ ഓഡിയൻസ്, ഓൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരും. അവിടെ എനിക്ക് താല്പര്യം മലയാളത്തിൽ പറയാനായിരുന്നു. പക്ഷെ അതെല്ലാം മലയാളത്തിൽ പറഞ്ഞാൽ അത് എത്ര പേർക്ക് അത് റീച്ച് ചെയ്യും? കേരളത്തിൽ കിട്ടുമായിരിക്കും, പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അവിടെയും ആവശ്യങ്ങൾ വരുന്നുണ്ട്, കോൾസ് വരുന്നുണ്ട് ഫ്രം ഓൾ ഓവർ ഇന്ത്യ ഓൺ മെനി ഇഷ്യൂസ്. കുഴപ്പമില്ല, അതങ്ങനെ പോവും. ഇത് മെഡിക്കൽ ഇൻഷുറൻസിനെ പറ്റി സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ആർക്കും ഒരു തൃപ്തിയും ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല, എനിക്കടക്കം. അത് പറയുമ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഇഷ്യൂ ആണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിൽ പൂർണ്ണമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനോ
മുന്നോട്ട് കാര്യങ്ങൾ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോണത്, ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും വ്യക്തമായിട്ടും കൃത്യമായിട്ടും എല്ലാവരുടെയും സാറ്റിസ്ഫാക്ഷൻ, സന്തോഷത്തിന്, സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. ഇത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും അതിൽ ഡിസ്പ്ലഷർ, നിരാശ, സന്തോഷം എല്ലാം ഇലകടർന്ന് പോവും. ഇൻഷുറൻസ് സംഖ്യ കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാവും, കുറച്ച് കിട്ടുമ്പോൾ അത്രയും സന്തോഷം ഉണ്ടാവില്ല. പൂർണ്ണമായി തീരെ റിജക്റ്റ് ചെയ്യുന്ന കേസുകൾ ഉണ്ടാവാം, അപ്പോൾ അതിനേക്കാളും നിരാശയായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പെൻഷൻ അപ്ഡേഷനും നമ്മൾ സ്ട്രഗിളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതേപോലെ തന്നെ ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ്റെ കൾച്ചറൽ വിങ്ങായിട്ട് ഉള്ള അപ്ക, അതും ബിക്കോസ് ഇറ്റ് ഈസ് കൾച്ചറൽ ആൻഡ് ലിറ്റററി ആൻഡ് പോയട്രിയും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരിക്കലും അതിൻ്റെ താല്പര്യം ആൾക്കാർക്ക് കുറയില്ല. പക്ഷേ ഈ രണ്ട് ഇഷ്യൂസ് നമുക്ക് പറയാൻ പറ്റില്ല, ക്രിട്ടിക്കലാണ്. ഇൻഷുറൻസും പെൻഷൻ അപ്ഡേഷനും. പെൻഷൻ അപ്ഡേഷനെ പറ്റി ഒന്നും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ വെച്ചാൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ അവസരത്തിൽ. ഞാൻ മെഡിക്കൽ ഇൻഷുറൻസിനെ മാത്രമേ പറ്റി പറയുന്നുള്ളൂ. ഞാൻ ഈ ടോക്ക്, ഈ സീരീസ് ഓഫ് ടോക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 നിർത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതൊരു ചലഞ്ചായിട്ട് എടുത്തതാണ്. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് പ്രായത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. നമ്മളിങ്ങനെ ഓരോ കോളുകളിൽ ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോരുത്തർക്കും വേണ്ടി, സംഘടനകൾക്ക് വേണ്ടി. അത് കുറച്ചെങ്കിലും കുറയ്ക്കാം, കുറച്ചൊരു ആശ്വാസം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഇതിന് മുന്നിട്ട് ഇറങ്ങിയത്. അല്ലാതെ ഒരു അപ്രീസിയേഷൻ കിട്ടാനോ, അതായത് ഇപ്പം മലയാളത്തിൽ പറയുമ്പോൾ അഭിനന്ദനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് സാധൂകരിക്കാനോ ആരെങ്കിലും തംസപ്പോ വിജയചിഹ്നം കിട്ടാനോ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതല്ല. ഒരു വാലിഡേഷനും ഒരു അപ്രീസിയേഷനും ഞാൻ അറിയിക്കുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല. അത് ആദ്യം തന്നെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് മെഡിക്കൽ ഇൻഷുറൻസിനെ പറ്റി പല ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഒരു 10 എപ്പിസോഡുകളായിട്ട് ഏകദേശം 10 ഇഷ്യൂവിൽ തീരുന്ന എനിക്ക് തോന്നുന്നു. അതിന് മേജറായിട്ടുള്ള ഇഷ്യൂസ്, അതിനെപ്പറ്റി ഒരു 15 മിനിറ്റ് മാക്സിമം അല്ലെങ്കിൽ 20 മിനിറ്റിൽ ഉള്ള എപ്പിസോഡ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം സംസാരിച്ചു കഴിഞ്ഞാൽ അതാരും കേൾക്കുകയില്ല, ആരും ചെവിക്കൊള്ളുകയില്ല. ഓരോ ഇഷ്യൂസ് അത് തരംതിരിച്ച് ഒരു 15-20 മിനിറ്റിൽ ഇൻ ഫ്യൂച്ചർ, അടുത്ത വരുന്ന ഒരു ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു നമ്മൾ ഐഡിയലായിട്ട് വെറുതെ ഇരിക്കണ്ടല്ലോ, അത് ആർക്കെങ്കിലും ഒരു ഉപകാരപ്രദം ആവുകയാണെങ്കിൽ ആവട്ടെ, ആയില്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. ആ ഉദ്ദേശത്തിലാണ്. അത് ഒരു എൻഗേജ്മെൻറ്റുമാണ്, നമ്മുടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതായത് പേഴ്സണലായിട്ടും ഉള്ളൊരു ആക്ടിവിറ്റി, സംഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൂടിയായിട്ടിരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്, അല്ലാതെ വേറെ യാതൊരു ഉദ്ദേശവും ഇല്ല. അത് ചെയ്യാതിരിക്കായിരുന്നു, ചെയ്യേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ 10 വർഷമായിട്ട് ഇൻഷുറൻസിനെ പറ്റി ഒരുമാതിരി എല്ലാവർക്കും അറിയാം. നമ്മൾ തന്നെ മീറ്റിംഗ് കൂടുമ്പോൾ പലരും പറയാറുണ്ട്, സാറേ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്താ പറയുക, ആശുപത്രി പോവുക, കാർഡ് കൊടുക്കുക, ട്രീറ്റ് ചെയ്യുക, പോരുക, അത്ര ആവശ്യമുള്ളൂ. അപ്പം അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് പല സ്ഥലങ്ങളിലും അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അധിക പ്രസംഗം പറയാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. എല്ലാവർക്കും കാര്യങ്ങൾ അറിയാമെങ്കിൽ അത്രയും നല്ലത്, ഇതിൻ്റെ തന്നെ ആവശ്യം തന്നെ ഇല്ല. പക്ഷേ ഫീഡ്ബാക്ക് കിട്ടുന്നത് അങ്ങനെയല്ല. ഓരോരുത്തർ അവനവന് ആവശ്യങ്ങൾ വരുമ്പോൾ വിളിക്കുന്നുണ്ട്, സംഘടനാപരമായിട്ട് പറയുമ്പോൾ ഇതെല്ലാം പറയും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ
ഞാൻ പറഞ്ഞ പോലെ ഇനിയുള്ളതൊക്കെ ഇംഗ്ലീഷിലായിരിക്കും. ഇന്നത്തേതല്ല, ഈ എപ്പിസോഡല്ല, ഇനി വരുന്ന ഫ്യൂച്ചർ എപ്പിസോഡ്സ് വിൽ ബി ഇൻ ഇംഗ്ലീഷിലായിരിക്കും. അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. അതായത് ഈ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ അവർ പല TPകളുണ്ട്, 10-12 TPകളുണ്ട്. അവർക്കെല്ലാം ഇത് പെട്ടെന്ന് സ്മാർട്ട് മൊബൈലിൽ കിട്ടാവുന്ന ആപ്പുകളുമുണ്ട്. അത് ഏതൊക്കെ TPSന് ഏതൊക്കെ ആപ്സാണ് അത് ഉപയോഗിക്കേണ്ട രീതിയും അത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ അത് കൈ കൊണ്ടു നടക്കേണ്ടത് അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ കൊണ്ടുവരുന്ന ആവശ്യം വളരെ അധികമാണ്. മേ ബി റിട്ടയറീസിന് പറ്റിയില്ലെങ്കിലും അവരുടെ മക്കളുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡൗൺലോഡ് ചെയ്ത് ആപ്സിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോക്കിൽ. രണ്ടാമത്, ഇതൊക്കെ പാവുന്നതും 15 മിനിറ്റിൽ നിർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. ക്യാഷ്ലെസ് സാങ്ഷൻ ഒരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അത് സ്മൂത്തായിട്ട് എങ്ങനെയൊക്കെ വേവലാതിപ്പെടാതെ അവിടെ വഴക്കടിക്കാതെ നമ്മുടെ കാര്യം നടക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത ടോക്ക്, പിന്നീട് വരുന്ന ടോക്കുകളിൽ ഒരു പ്രധാന വിഷയം. അതൊക്കെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ മെയിനായിട്ടുള്ള കാര്യം നമുക്ക് അറിവാണ്. അതില്ലാതെ അനാവശ്യമായിട്ട് നമ്മൾ ആശുപത്രിയിലോ ഹെൽപ്പ് ഡെസ്കിലോ ഒക്കെ പോയി വഴക്കടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാവും. ന്യായം നമ്മുടെ കയ്യിലായിരിക്കാം, പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ആശുപത്രികൾക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. സ്റ്റാഫിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. TPA ആയാലും അതുപോലത്തെ ഇഷ്യൂസ് ഉണ്ട്. ഹെഡ് ഓഫീസിൽ ഇത് നോക്കുന്ന HR ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും അവരുടേതായ ഇഷ്യൂസ് ഉണ്ട്. എല്ലാത്തിനും ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവാം. എന്നാലും ആസ് സീനിയർ സിറ്റിസൺസ് നമുക്ക് ഒരു പ്രധാന റോള് അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാനുള്ള ശ്രമം ഈ എല്ലാ ഏജൻസിൻ്റെ പാർട്ടിസിപ്പൻസിനും ആവശ്യമാണ്. ആ ബോധം അവരിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. അപ്പോൾ ക്യാഷ്ലെസ്സിനെ പറ്റിയും അതിനോട് പറ്റി സംസാരിക്കുമ്പോൾ ഡേ കെയർ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്നതാണ്. അതിനെപ്പറ്റിയും കൂടി സംസാരിക്കാൻ വയ്ക്കുന്നു. ഇനി ആശുപത്രി കിടന്നു കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നേരത്ത് ഡിസ്ചാർജിനെ പറ്റിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, അത് എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്യുന്നുള്ള കാര്യങ്ങളും അതിനെപ്പറ്റിയും ഒരു ടോക്ക് ഉണ്ടായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കോൾ വരുന്നത് എന്നെ ഡിസ്ചാർജ് ചെയ്തു പക്ഷെ സാങ്ഷൻ വന്നിട്ടില്ല, അഡ്മിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ 3-4 ദിവസമായിട്ടുണ്ടാവും. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്താണ് വിളിക്കുന്നത്, അത് വന്നിട്ടില്ല, ഇനി ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങളും വരാനായിട്ട് ശ്രമിക്കാം. ഇനി ക്യാഷ്ലെസ് എല്ലാ ആശുപത്രിയിലും കിട്ടിയെന്ന് വരില്ല. ചില സ്ഥലങ്ങളിൽ മറ്റേ റീഇംബേഴ്സ്മെൻറ്റിന് പോകേണ്ടി വരും. അതായത് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് റീഇംബേഴ്സ്മെൻറ്റിന് പോകുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഒരു ടോക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ പ്രീ സാങ്ഷനും പോസ്റ്റ് സാങ്ഷനും, 30 days പ്രീ സാങ്ഷനും 90 days പോസ്റ്റ് സാങ്ഷനും എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അനദർ സബ്ജക്റ്റ്, എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് കവർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് കവർ ചെയ്യാത്തത്, നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്തത്, അതൊരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. അതിനെപ്പറ്റിയും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡേ കെയർ പ്രൊസീജിയേഴ്സ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ ആണെങ്കിൽ 39 പ്രൊസീജിയേഴ്സ് ഡേ കെയർ പ്രൊസീജിയേഴ്സ് ആണ്. അതിൽ 24 മണിക്കൂർ ആശുപത്രി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ കൈയൊടിഞ്ഞാൽ കാലൊടിഞ്ഞാൽ ഒക്കെ പെട്ടെന്ന് അത് ഫിക്സ് ചെയ്ത് 1-2 മണിക്കൂറിനുള്ളിൽ വീട്ടിലേക്ക് പോവാം. അങ്ങനെ അത് മാത്രമല്ല, ഒരു ലിസ്റ്റിലുള്ള ഒരു 39 അസുഖങ്ങൾ അപ്പോൾ തന്നെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് കാരണം
പണ്ട് കിടക്കേണ്ട 3-4 ദിവസം ആശുപത്രി കിടക്കേണ്ട ആവശ്യങ്ങൾ ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ അവർക്ക് പെട്ടെന്ന് പോവാം. അത് എങ്ങനെയാണ് അതുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതും, പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കാണുന്നത്, നമ്മൾ ഫേസ് ചെയ്യുന്നതും കംപ്ലയിൻസ് എങ്ങനെയാണ് റിഡ്രസ് ചെയ്യേണ്ടത്. കംപ്ലയിൻസ് റിഡ്രസ് ചെയ്യാനായിട്ട് നമുക്ക് പരിമിതികളുണ്ട്, എന്നാലും അതിനുള്ള അവസരങ്ങളുമുണ്ട്. അത് ഞാൻ കണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മേജർ എമൗണ്ട് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. 2 ലക്ഷത്തിൻ്റെ ബില്ലായിരുന്നല്ലോ, 20,000 കിട്ടാതുള്ളൂ, ബാക്കി 1,80,000 കിട്ടി, അത് മതി എന്ന് സന്തോഷിച്ച് ആശ്വാസപ്പെട്ട് ഇരിക്കുന്ന ആൾക്കാർ കുറച്ചൊന്നുമല്ല, ഒരുപാടുണ്ട്. പക്ഷേ അത് പലതും നമുക്ക് കിട്ടാനുള്ളതാണ്, കിട്ടേണ്ടതാണ്. തരാതിരിക്കാൻ പല കാരണങ്ങളുണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം കുറയ്ക്കണം എന്ന് തന്നെയാണല്ലോ അവരുടെ ഉദ്ദേശം. അവരുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ആ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുമല്ലോ. അല്ലാതെ വരുന്നത് മുഴുവൻ അങ്ങോട്ട് ഫുള്ളായിട്ട് പാസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരും ഒരു ലാഭത്തിന് വേണ്ടി, സർവീസ് ഉണ്ട്, എന്നാലും ലാഭവും കൂടി നോക്കിയിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത് ഇതെല്ലാം. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടും കൂടി നമ്മൾ നോക്കണം. നമ്മളെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഓംബുഡ്സ്മാൻ ലെവൽ വരെ കൊണ്ടുപോയി നമുക്ക് ഒരുപാട് ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷന് അതിൻ്റെ സംഖ്യകളൊക്കെ പറഞ്ഞാൽ കോടികൾ വരും. അവാർഡ്സ് വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പേഷ്യൻസിന്, റിട്ടയറീസിന് കിട്ടാതിരുന്ന പൈസ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ആ ക്രെഡിറ്റ് എടുക്കുന്നില്ല. അത് ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഇൻഷുറൻസ് ഡെസ്കിൻ്റെ കഴിവ് മാത്രമല്ല, പ്രൈമറി ആയിട്ട് വേണ്ടത് അതാത് റിട്ടയറി ഓർഗനൈസേഷൻസ് അതിനുവേണ്ടി പ്രവർത്തിച്ച് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നടത്തി കിട്ടിയ സംഖ്യയുടെ ഒരു ഏകദേശ രൂപമാണ് ഞാൻ തന്നത്. അതിലൊന്നും നിൽക്കില്ല, അതിനേക്കാളൊക്കെ വളരെ കൂടുതലാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെപ്പറ്റി കണക്കുകൾ ബോധിപ്പിക്കാനോ അതൊന്നും ബോധിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും ആ പ്രായമൊക്കെ കഴിഞ്ഞല്ലോ. ഇനി ജനറൽ ആയിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ട്, അതിനെപ്പറ്റിയും ഞാൻ പറയാം. എങ്ങനെയാണ് നമ്മുടെ അപ്രോച്ച്, എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കേണ്ടത്. അതിനുശേഷം ഇപ്പോൾ ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ തുടങ്ങിയിരിക്കുന്ന സൂപ്പർ ടോപ്പ് പോളിസി ഓൺലി ആയ ഗോ ഡിജിറ്റ് ഇൻഷുറൻസിൻ്റെയും അതിൻ്റെ റീ ഇൻഷുറൻസ് ബ്രോക്കറായ KM ദസ്സൂറിൻ കമ്പനിയുടെയും സൂപ്പർ ടോപ്പപ്പിനെ പറ്റിയും ഒരു ടോക്ക് ചെറുതായിട്ട് സമ്മറൈസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു തരാം. അങ്ങനെ ഒരു 10 എപ്പിസോഡിൽ ഇത് തീർക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിൽ മിസ് ഔട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, യൂട്യൂബിൽ അത് അവിടെ കിടക്കും. സൗകര്യം ഉണ്ടെങ്കിലും സമയം കിട്ടുകയാണെങ്കിലും മാത്രം നോക്കിയാൽ മതി. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര എഫേർട്ട് എടുത്താലും നാച്ചുറലി നമ്മൾ പല കാര്യങ്ങളും, വേറെയും പല അസുഖങ്ങളും വേറെ പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ഇതൊന്നും പറയുന്നതിൻ്റെ ഒരു 5% മനസ്സിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഉദ്യമം ഒരു സക്സസ് ആയിട്ട് തീർക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ചലഞ്ചും കൂടിയായിട്ട് എടുത്തതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, അതൊരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നി, അത് ചെയ്യേണ്ടതും അത് എനിക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റും കൂടിയാണ്. അതിനെപ്പറ്റി പഠിക്കാനും നമ്മുടെ അറിവെന്ന് പറഞ്ഞാൽ ഈ സെക്ടറിനെ പറ്റിയുള്ള അറിവൊക്കെ ഒന്നുമല്ല, 1% പോലും അറിവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അത്രയും കോംപ്ലക്സ് ആണ് ഇൻഷുറൻസിൻ്റെ ഇഷ്യൂസും അതിൻ്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഇഷ്യൂസും ആൾക്കാരുടെ ഡീലിങ്സും TPAയുടെ ഡീലിങ്സും. അങ്ങനെ നമുക്ക് കൺട്രോൾ ഇല്ലാത്ത പല ആസ്പെക്ട്സും ഇതിലുണ്ട്. എന്നാലും അത് ലഘൂകരിക്കാനായിട്ട് ഒരു ശ്രമം ഡെഫിനറ്റ്ലി കുറച്ചെങ്കിലും നോളജ് ഉണ്ടെങ്കിൽ പറ്റും. അത് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്,
ഒരു പ്രായത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. എല്ലായിടത്തും സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്, ഐ മീൻ സർവീസ് കിട്ടിയില്ലെങ്കിൽ ഒരു വഴക്കടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അത് നമ്മളൊന്ന് കുറച്ചു കൊണ്ടുവരണം. നമുക്ക് വഴക്കടിക്കാതെ തന്നെ കാര്യങ്ങൾ സെറ്റിൽമെൻ്റ് ആക്കാനായിട്ടുള്ള വഴികളുണ്ടല്ലോ. പിന്നെ നമ്മൾ ആൾക്കാരെ മുഷിപ്പിക്കേണ്ട കാര്യമില്ല. അവരും വളരെയധികം ടെൻഷനോടുകൂടിയാണ് അവരൊക്കെ വർക്ക് ചെയ്യുന്നത്. ആൾക്കാരുടെ ലീവും അതും ഇതും. അപ്പോൾ അതെല്ലാം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ആശുപത്രികളാണെങ്കിലും പല ലെവലിലുള്ള പല ടൈപ്പ് ആശുപത്രികളാണ് ഉള്ളത്. ഫെസിലിറ്റീസ് ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. ടാലൻറ്റഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്കുകളുണ്ട്, അല്ലാത്തതുണ്ട്. പലർക്കും താല്പര്യമില്ലാതെ ഒരു ജീവന ഉപാധി എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന പല കേസുകളും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടി ജനറലായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഇപ്പോൾ പല ആശുപത്രികളിലും നിങ്ങൾ പോണതിന് മുമ്പ് തന്നെ അന്വേഷിച്ച് വെക്കണം. അത് ആവുന്നതും ക്യാഷ്ലെസ്സിൽ പോവുക. ക്യാഷ്ലെസ് അല്ലെങ്കിലും ഇപ്പോൾ പുതിയ IRDAയുടെ ഒക്കെ നിബന്ധനകൾ വന്നിട്ടുണ്ട്. അതായത് എല്ലാം ക്യാഷ്ലെസ് കൊടുക്കണം എന്നൊക്കെ. അത് ഇന്ത്യയിൽ പ്രായോഗികമാക്കാനൊക്കെ സമയമെടുക്കും, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഒരു സിൽവർ ലൈനിങ് ആയിട്ട് ആയുഷ്മാൻ ഭാരത് 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു സ്കീം കൊണ്ടുവന്നുണ്ട്. അതും സ്റ്റേറ്റിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും, വെസ്റ്റ് ബംഗാളിലും നടന്നിട്ടില്ല, കേരളത്തിലും നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതെല്ലാം കിട്ടിയ വലിയൊരു ആശ്വാസം തന്നെയാണ്, സംശയമൊന്നുമില്ല. അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെയോ, നാളെ അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞെങ്കിലും എന്തെങ്കിലും രീതിയിൽ ശരിയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രേ പറയാനുള്ളൂ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഈ കാർഡ് കൊടുക്കുമ്പോൾ പല ആശുപത്രികളും ചോദിക്കുന്നുണ്ട് എത്രയാണ് ലിമിറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോഴത്തെ കാർഡിൽ ലിമിറ്റ് എത്രയാണെന്നോ 4 ലക്ഷമാണോ 3 ലക്ഷമാണോ അങ്ങനെ അത് പറയുന്നില്ല. അത് ആശുപത്രിക്കാർ അറിയേണ്ട ആവശ്യമില്ല. അവരുടെ ഇൻഷുറൻസ് ഡെസ്ക് ഒരു ക്യാഷ്ലെസ്സിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ അവർക്കത് അയച്ചാൽ മതി. പോളിസി നമ്പറും വിവരങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ചില ആശുപത്രികൾ ചോദിക്കും നിങ്ങളുടെ റൂം റെൻറ്റ് സീലിംഗ് എത്രയാണ്, 3000 ആണോ 5000 ആണോ 10000 ആണോ. അതും അവരറിയേണ്ട ആവശ്യമില്ല. അവിടെ അവൈലബിൾ ആയിട്ടുള്ള, നമുക്കിപ്പോൾ ലക്ഷറി റൂമിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അതിലൊന്നും അല്ലല്ലോ ചികിത്സ കിടക്കുന്നത്. അതും അവർ, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, പക്ഷെ അതൊന്നും അവർ നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പറ്റുമെങ്കിൽ ഇൻഷുറൻസിൻ്റെ ഫുൾ പോളിസി ഡോക്യുമെൻ്റ് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട്, ഇതൊക്കെയാണ് ഈ സബ്ജക്ട്സാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കണതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഇനിയുള്ളതെല്ലാം ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും. അത് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അത് ട്രാൻസ്ക്രിപ്ഷനും ഒക്കെ അത്ര എളുപ്പമല്ല. അല്ലെങ്കിലും ഇനിയിപ്പോൾ ക്യാപ്ഷൻസ് എനേബിൾ ചെയ്താലും അത് ഇംഗ്ലീഷിൽ തന്നെ വരുള്ളൂ. അത്രയ്ക്കൊന്നും സ്ട്രെയിൻ എടുക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയുന്നതാണല്ലോ. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് കുമാർ മേനോൻ എന്നാണ്. ഓക്കെ. റെക്കോർഡിംഗ് ഡിസേബിൾ ചെയ്യാണ്.